സാംസ്കാരിക കേന്ദ്രങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട. ഒരു വായനശാല എന്നുള്ളതിനപ്പുറം ഇത് വികസിക്കുന്നത് സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ടാണ്. സംസ്കാരം ആണ് മനുഷ്യനെ മറ്റുള്ള എല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സംസ്കാരം എന്നുള്ള വാക്ക് കേട്ടാൽ നമ്മൾ ഉടനെ കഥകളിയും കവിതയും ഒക്കെയാണ് മനസ്സിൽ വരിക. എൻ്റെ മനസ്സിലൊക്കെ പണ്ട് അതാണ് വരിക, സംസ്കാരം. അത് അറിയാത്തവരും ഒരു സംസ്കാരം ഇല്ലാത്തവരും ആണെന്നാണ്. പക്ഷേ സംസ്കാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ആർജിത അറിവുകളും മനുഷ്യനെ ബാക്കിയുള്ള എല്ലാ ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ആർജിക്കുന്ന വിജ്ഞാനം അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. വേറൊരു ജീവിക്കും അത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഒരു കുരങ്ങനെ കൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. പക്ഷേ അടുത്ത തലമുറ കുരങ്ങന്മാർ വീണ്ടും ആദ്യമേ തുടങ്ങണം. അവർക്ക് ഈ ട്രെയിൻ ചെയ്ത് പഠിച്ച സാധനം വീണ്ടും കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അത് കഴിയുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ നമ്മൾ ആർജിക്കുന്ന അറിവ്, ഒരു തലമുറ ആർജിക്കുന്ന അറിവിനെ മാറ്റപ്പെടുത്തി വേണമെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നു. അത് വീണ്ടും അടുത്ത തലമുറകളിലേക്കായിട്ട് പോകുന്നു. അതുകൊണ്ട് വന്നിട്ടുള്ള മനുഷ്യ സമൂഹങ്ങളിൽ വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1000 കൊല്ലം മുമ്പുണ്ടായിരുന്ന മനുഷ്യനല്ല ഇന്നത്തെ മനുഷ്യൻ. അതിനു മുമ്പ് 1000 കൊല്ലം മുമ്പ് അതിനേക്കാൾ ഇതായിരുന്നു. ഇത് നിരന്തരമായി മുന്നോട്ട് തന്നെ പോകാനൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. ചില സമയം പിന്നോക്കം പോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും മൊത്തത്തിൽ മനുഷ്യൻ്റെ സംസ്കാര ഉന്നമനം എന്ന് പറയുന്നത് വളരെ മുന്നോട്ട് തന്നെ ആണ് നിരന്തരം പോയിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ 80 വയസ്സും 85 വയസ്സും വരെയെല്ലാം ശരാശരി ആയുർദൈർഘ്യം. ജപ്പാനിൽ 85ആണ് ശരാശരി. ഏറ്റവും അധികം ജീവിക്കുന്നവരല്ല, അത് 100 അപ്പുറം ഒരുപാട് പേരുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് 80-ന് മുകളിലായി കഴിഞ്ഞു. കേരളത്തിൽ പോലും 76-ന് മുകളിലാണ് ശരാശരി ആയത്. മനുഷ്യ ചരിത്രം പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മിത്തുകളിലെല്ലാം പറയും പണ്ടൊക്കെ മനുഷ്യർ 200 കൊല്ലം ജീവിച്ചു. അതൊന്നും ഒരു സ്ഥലത്തും 200 വരെ ഒന്നും ഒരു മനുഷ്യനും ജീവിച്ചില്ല. എന്ന് മാത്രമല്ല മിക്ക സമയത്തും 40 വയസ്സ് വരെ ആയിരുന്നു മനുഷ്യ ചരിത്രത്തിൽ ഉള്ള ശരാശരി ആയുർദൈർഘ്യം. 30-നും 40-നും ഇടയ്ക്ക്. അത് ഇരട്ടിയിൽ അധികമായി കഴിഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു. ഇത്തരത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ മനുഷ്യ സമൂഹങ്ങളിൽ, മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും ആകൃതിയിലും ഒക്കെ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. ശരാശരി പൊക്കം ഒരു തലമുറ കൊണ്ട് മാത്രം 1-2 തലമുറ കൊണ്ട് 5-6 ഇഞ്ചോളം കൂടിയിട്ടുണ്ട് ശരാശരി പല രാജ്യങ്ങളിലും. ഇന്ത്യയിൽ തന്നെ അങ്ങനെ കൂടിയ ഏറ്റവും നല്ല ഉദാഹരണം കേരളം. ഒരു കാലത്ത് മലയാളി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൊക്കം കുറഞ്ഞ് വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത, അതാണ് മലയാളി എന്ന് പറഞ്ഞാലുള്ള സങ്കല്പം. ഇന്ന് 20 വയസ്സുകാരുടെ ഇടയിൽ ഏറ്റവും പൊക്കം കേരളത്തിലാണ്. ഏറ്റവും പിന്നെയാണ് പഞ്ചാബും കാശ്മീരും പഞ്ചാബുമാണ് പിന്നെ അത് കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ വളരെ വലിയ മാറ്റമാണ്. ആ മാറ്റം സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റമാണ്. ഈ സംസ്കാരം എന്ന് പറയുന്ന തലമുറകളിൽ ആർജിതമായി കൊടുക്കപ്പെടുന്ന സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം. സൂപ്പർ പ്രോഡക്റ്റ് എന്താ ചോദിച്ചാൽ അതൊരു സംശയവും വേണ്ട, സയൻസ് എന്ന് പറയുന്നതാണ് സംസ്കാരം നമുക്ക് നൽകിയിട്ടുള്ള സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റ്. കാരണം സയൻസാണ് ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സയൻസിൻ്റെ ചിന്താരീതി, പ്രത്യേകിച്ചും സയൻസിൻ്റെ ചിന്താരീതി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് പ്രകൃതിയിലുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കുകയും വെച്ചുകൊണ്ട് നമ്മൾ ചില പ്രാഥമിക അനുമാനങ്ങളിലെത്തുന്നു. ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ അത്
സയൻറ്റിഫിക് ആയിട്ട് അതിന് ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഒരു പ്രാഥമിക അനുമാനം. പക്ഷെ അവിടെ അത് അവസാനിപ്പിക്കുന്നില്ല. ഈ അനുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷിച്ച് നോക്കുന്നു, അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ കൊണ്ടോ പരീക്ഷണങ്ങൾ കൊണ്ടോ ശരി തെറ്റ് നിർണയം നടക്കുന്നു. ആ ശരി തെറ്റ് നിർണയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തെറ്റായിട്ടുള്ള കാര്യത്തെ മാറ്റി നിർത്തി ശരിയെ സ്വീകരിക്കുന്ന രീതി, ആ ചിന്ത. അപ്പം നിരന്തരമായി ശരി തെറ്റുകളെ നോക്കി നിരീക്ഷിച്ചുകൊണ്ട് ശരിയെ തിരഞ്ഞെടുത്തുകൊണ്ട്, അതാണ് ഇന്ന് ഇവിടുന്നാണ് സയൻസിൽ വരുന്നത്. എങ്ങനെയാണ് ഇന്ന് ഇത്രയും വലിയ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്? അതെല്ലാം തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ രീതി വഴി, പലതരം എക്സ്പെരിമെൻറ്റുകളും ഒക്കെ വഴി ചെയ്യുന്ന, അതിനെ തിയറി ആയിട്ട് പറയുകയാണെങ്കിൽ ഫോൾസിഫിക്കേഷൻ എന്നാണ് പറയുക, അസത്യവൽക്കരണം എന്ന് പറയും. അപ്പോൾ ഒരു തിയറി ശരിയോ തെറ്റോ എന്ന് നിരന്തരമായി പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നതായി നമ്മൾ ഒരു സാധനത്തെയും വിശ്വസിക്കുന്നില്ല സയൻസ്. ആ വിശ്വാസത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ ചിന്താ രീതിയിലൂടെ കടന്നു പോകുന്ന പ്രക്രിയക്കാണ് നമ്മൾ സയൻസ്. നമ്മുടെ സയൻസിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ആ വിശ്വാസങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് സംസ്കാരം. അതൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ സയൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് പ്രാധാന്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതാണ് സമൂഹത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുവരുന്നത്. ഭൗതികമായിട്ടെങ്കിലും ഈ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കുമുള്ള ആ കാരണം ഈ സയൻസ് തന്നെ ആണെന്ന് കാണാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള അറിവിനെ, സയൻസിൻ്റെതായിട്ടുള്ള അറിവിനെ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുകയും പരമാവധി മനുഷ്യരത് സ്വാംശീകരിക്കുകയും അത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി ആൾക്കാരത് അറിയണം. ഒരുപാട് പേര് ഇപ്പോൾ സ്പോർട്സിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇന്ത്യ ഫുട്ബോളിൽ നമ്മൾ ഒരിക്കലും വേൾഡ് കപ്പിൻ്റെ ഇതിലോട്ട് തന്നെ കയറുന്നില്ല? ക്വാളിഫയിങ് റൗണ്ടിൽ നിന്ന് തന്നെ പോവുകയാണ്, ഒരിക്കലും കയറുന്നില്ല. ജർമ്മനി പോലെ ചെറിയൊരു രാജ്യം, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് അതിനേക്കാളും ചെറിയ രാജ്യം, ഇവരൊക്കെ കയറിപ്പോകുന്നു, നമ്മൾ കയറുന്നില്ല. എന്താ കാരണം? നമുക്ക് പറയുമ്പോൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, എത്ര പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇവിടെ? നല്ലൊരു ഫീൽഡിൽ ഫുട്ബോൾ ജർമ്മനിയിൽ എത്ര പേര് കളിക്കുന്നു, ഇന്ത്യയിൽ എത്ര പേര് കളിക്കുന്നു, ഒക്കെ ജർമ്മനിയിൽ ഇവിടെയുള്ളത്തേക്കാൾ എത്രയോ അധികം ആൾക്കാർ കളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പല കാര്യങ്ങളിലും കേരളം യു പിക്കാരിൽ മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ ഉദാഹരണം, ഇവിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇരട്ടി ലൈബ്രറി ഉള്ള ഒരു സംസ്ഥാനവും യു പിയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആ ബേസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ ഒരു ബേസ് ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി ലൈബ്രറികൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ലൈബ്രറി മൂവ്മെൻ്റ് അടക്കമുള്ള വിജ്ഞാനത്തിൻ്റെതായിട്ടുള്ള അറിവിനെ ജനാധിപത്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവർക്കും സ്കൂളിൽ പഠിക്കാം എന്ന് പറയുന്നത് തന്നെ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണമാണ്. അത് അടക്കമുള്ള ജനാധിപത്യവൽക്കരണം നമ്മൾ ബാക്കിയുള്ളവരെക്കാൾ മുന്നിൽ നടന്നതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ നിലയിൽ പല രംഗത്തും കേരളം നമ്പർ 1 എന്ന് പറയാൻ വേണ്ടി നമുക്ക് കഴിയുന്നത് ഇതുകൊണ്ട് കൂടിയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നമ്മുടെ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് കേട്ട് ബോറായി തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും എനിക്കത് വലിയ ഒരു ഇഷ്ടമുള്ള മുദ്രാവാക്യം തന്നെ അല്ല. കാരണം നമ്മൾ അതല്ല നോക്കണ്ടേ. കേരളത്തെ ഇന്ത്യയിലുള്ള വേറെ സംസ്ഥാനമായിട്ട് നോക്കി നമ്മൾ നമ്പർ 1 ആണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഒരു യൂറോപ്യൻ രാജ്യവുമായിട്ട് കേരളത്തെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ എത്താനുണ്ട് എന്നുള്ളത് നോക്കുകയാണുള്ളത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈബ്രറികൾ വെച്ചുകൊണ്ട് എന്ത് വല്ല റോളും വഹിക്കാനുണ്ടോ സത്യം പറഞ്ഞാൽ ലൈബ്രറി? വിജ്ഞാന കേന്ദ്രം വെറും വായനശാല അല്ല എന്ന് ഞാൻ പറഞ്ഞു. വെറും വായന മാത്രമല്ല,
ഇന്ന് നമ്മൾ പല രീതിയിലാണ് ഇത് കിട്ടുന്നത്. ഇതിപ്പോൾ പുസ്തകം വായിക്കുന്നതിന് പകരം പലരും പുസ്തകം കേൾക്കുക ചെയ്യുന്നത് അല്ലേ? റീഡർ വെച്ചത് കേൾക്കുന്നു, വായിക്കുന്നു, കാണുന്നു. കുട്ടികൾ പലരും വളരെ വിഷ്വലാണ്. ഇന്നത്തെ കുട്ടികൾ നമ്മളെക്കാളൊക്കെ വളരെ കണ്ണുകൊണ്ടാണ് അവരുടെ നോളജ് മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാം മൾട്ടിമീഡിയ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത് നേടുന്ന ഇതിൽ പക്ഷെ വലിയ വലിയ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് കേരളത്തിൽ. കാരണം ഈ മൾട്ടി മീഡിയ എല്ലാം വഴി പലപ്പോഴും വരുന്നത് എല്ലാം ശരിയായ സന്ദേശങ്ങളാണോ ചോദിച്ചാൽ അല്ല. അത് ശരിയുണ്ട്, തെറ്റുണ്ട്, എന്തുകൊണ്ട് ആ ഒരു വലിയൊരു ഒഴുക്കിൽ ഇതെല്ലാം ഉണ്ട്. അതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ആണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ ഊന്നിക്കൊണ്ട് നടത്തേണ്ട പ്രവർത്തനം. അത് ഞാൻ പറയാച്ചാൽ വീണ്ടും ഞാൻ ഊന്നി പറയുന്ന സയൻസിൽ ഊന്നിക്കൊണ്ട് എന്താണ് ശരി എന്നുള്ളതിൽ ഊന്നിക്കൊണ്ട് നടത്തേണ്ട ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങൾ കൂടി ആയി മാറാൻ വേണ്ടി കഴിയണം. കാരണം നമുക്ക് ഇത്രയും ലൈബ്രറികളുണ്ട്. ആ ലൈബ്രറികളിൽ പക്ഷെ ഇന്ന് ആ ഒരു റോള് വഹിക്കുന്നുണ്ടോ? നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊന്ന് ചോദിച്ചു നോക്കൂ, നമ്മൾ ആ റോള് വഹിക്കുന്നുണ്ടോ? സത്യത്തിൽ ആ റോള് പലപ്പോഴും നമ്മൾ വഹിക്കുന്നില്ല. ആരോഗ്യരംഗത്ത് 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഡയാലിസിസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ ഇരിക്കുന്ന ഇവരുടെ സ്ഥിരം പ്രോബ്ലമാണ് എല്ലാവർക്കും വേണ്ടത് എന്താ? ഡയാലിസിസ് സെൻ്റർ വേണം. എന്തുകൊണ്ട് ഇത്രയധികം ഡയാലിസിസ് സെൻ്ററുകൾ കേരളത്തിൽ ആവശ്യമായി വരുന്നു? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നീഡാണ്. കാരണം ഒരു വൃക്ക കേട് വന്ന് റീനൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഡയാലിസിസ് മാത്രം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഡയാലിസിസ് വേണം. അവരെവിടെ പോവും? അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കേന്ദ്രം വേണം, ഞങ്ങളുടെ അടുത്ത് വേണം എന്ന് പറയും. പക്ഷെ എന്തുകൊണ്ട് ഇത്രയധികം ഡയാലിസിസ് വേണ്ട രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു? അതിലൊന്ന് തീർച്ചയായിട്ടും മലയാളിയുടെ വ്യായാമക്കുറവും മറ്റു സംഗതി. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ ഡയാലിസിസ് വേണ്ടി വരുന്ന രോഗികളുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് കേന്ദ്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾ പോയി കണക്കെടുത്ത് നോക്കൂ. അവിടെ 50 പേര് വരുന്നുണ്ടെങ്കിൽ ഓരോരുത്തരോട് എങ്ങനെയാണ് നിങ്ങളുടെ വൃക്ക കേടുവന്നത്? 80% പേരും പ്രമേഹവും രക്തസമ്മർദ്ദവും കൊണ്ട് കിഡ്നി കേടുവന്നവരാണ്. ഈ 2 കാരണം, പ്രമേഹം, രക്തസമ്മർദ്ദം, മിക്കവാറും അത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഈ രോഗം കണ്ടെത്തി കഴിഞ്ഞ ഉടനെ വളരെ വില കുറഞ്ഞ ഗുളികകൾ കൊണ്ട് ഇത് നിയന്ത്രിക്കാം. ഈ വില കുറഞ്ഞ ഗുളിക കൊണ്ട് ഈ രോഗങ്ങൾ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇവർ ഡയാലിസിസ് സെൻ്ററിൽ വരേണ്ട ഒരു ആവശ്യമുണ്ടാകും. സ്ഥിരമായി ഈ മരുന്ന് കഴിക്കാതെ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന ഷുഗർ ലെവലുമായി കുറേ നാൾ നടക്കുമ്പോഴാണ് കിഡ്നി കേടുവരാൻ തുടങ്ങുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കിഡ്നിക്ക് പൂർണ്ണമായി പ്രവർത്തനം നിലയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പ്രഷറുണ്ട്, ലേശം പ്രഷറിൻ്റെ അസുഖമൊക്കെ ഉണ്ട്, ചില ഷുഗറുണ്ട്. ഇപ്പോൾ ഇല്ല, മരുന്ന് കഴിച്ച് ഇപ്പോൾ ഇല്ല. അത് കഴിഞ്ഞ് ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ലില്ല, അത് മാറിയപ്പോൾ പിന്നെ നിർത്തി. ഈ ജീവിതകാലം മുഴുവൻ കഴിക്കണം. ആ ഒരു സിമ്പിളായിട്ടുള്ള മെസ്സേജ് വളരെ കുറച്ച് പേർക്ക് അറിയും. അതെന്താ നിങ്ങൾ നിർത്തിക്കളഞ്ഞത്? നിങ്ങൾ മുഴുവൻ കഴിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് കിഡ്നി എല്ലാം കേടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കിഡ്നി കേടുവരാനുള്ള കാരണം പ്രമേഹ രക്തസമ്മർദ്ദമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ് ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പറയുന്ന ആൾക്കാർ കിഡ്നി കേടുവരാൻ കാരണം ഈ മരുന്നാണെന്നാണ് പറയുന്നത്. ഇത് രക്ഷപ്പെടുത്താനുള്ള മരുന്നാണ്, കിഡ്നി കേടുവരുന്ന മരുന്നാന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരണം നടക്കുന്നു. എന്താ കാരണം? ശരിയായ അറിവിൻ്റെ അഭാവം. വലിയ വലിയ ആൾക്കാരൊക്കെ പറയാം
വലിയ ആൾക്കാരാണ് പറയുന്നത് പലരും. ഒരു ടെസ്റ്റിമോണിയൽ വലിയ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന. 530 എൻ്റെ ഷുഗർ. ഞാൻ എല്ലാം മരുന്ന് നിർത്തി. ഇത് അവിടെ ഒരു പ്രകൃതി ചികിത്സകനുണ്ട്, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, അയാളുടെ അടുത്ത് പോയി. അതോടെ എൻ്റെ ഇതൊക്കെ മാറി. ടെസ്റ്റിമോണിയൽ ശാസ്ത്രജ്ഞൻ. ഇങ്ങനെയുള്ള കുറേ ഫ്രോഡുകളെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹം ആയി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ആരാണ്, എവിടെയാണ് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം? തീർച്ചയായിട്ടും ലൈബ്രറികളാണ്. ടാർഗറ്റഡ് ഓഡിയൻസുകൾക്ക് വേണ്ടി നമുക്ക് ക്ലാസ്സുകൾ നടത്താം, അല്ലേ? അവിടെ ലൈബ്രറികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നും വേണ്ട, കുറേ പേര് കൂടിച്ചേരുന്ന സ്ഥലങ്ങൾ. ഈ കൂടിച്ചേരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ 3 തവണ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ബോറടിക്കും. പിന്നെ അടുത്ത തവണ എന്താ വേണം? അതിന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോ ഗ്രൂപ്പുകൾ അവിടെ വരികയും അവർക്ക് ഫിലിം കാണാം, പുസ്തകം വായിക്കാം, പ്രഭാഷണങ്ങൾ കേൾക്കാം. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളൊരു ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ത്രീകൾക്കിടയിൽ ഏറ്റവും അധികമുള്ളൊരു ക്യാൻസറാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ, മുലകളുടെ ക്യാൻസർ. അത് കൂടിക്കൊണ്ടിരിക്കുക, ലോകം മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുക. കൃത്യമായിട്ട് അറിയില്ല എന്തുകൊണ്ടാണ് അത് കൂടുന്നത്. അത് പ്രായം കൂടുന്നത് കൊണ്ടും ശരാശരി കുട്ടികളുടെ എണ്ണം കുറയുന്നത് കൊണ്ടും ഒക്കെ കൂടെയുള്ള വലിയൊരു ഫിനോമിനാണ്. അതിന് പുറമെ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാവാം, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് സ്തനാർബുദം 100% ചികിത്സിച്ച് ഭേദമാക്കാം. 90% പേർക്കും ചികിത്സിച്ച് ഭേദമാക്കാം. ആ മുഴ 2 സെൻറ്റിമീറ്ററേക്കാൾ താഴെയാണെങ്കിൽ. ഒരു മുഴ 2 സെൻറ്റിമീറ്റർ എത്തുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട, ഒരു ഡോക്ടറെ അടുത്ത് പോയി അവരൊരു സർജൻ്റെ ആരുടെയെങ്കിലും പെടും. അത് ആ സിസ്റ്റത്തിൽ കൂടെ പോയി ഇത് ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കും. ഇന്നും വളരെ വലിയൊരു ശതമാനം, ഞാൻ സ്കൂൾ ടീച്ചർമാരെല്ലാം കണ്ടിട്ടുണ്ട്, അവർ 5, 6, 7 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള മുഴകളും ആയിട്ട് വരുന്നു. അതുവരെ മിണ്ടിയില്ല. എന്തുകൊണ്ട് മിണ്ടിയില്ല? ഈ അറിവിൻ്റെ അഭാവം തന്നെയാണ്. പിന്നെ വേറെ സാംസ്കാരികമായ മറ്റു കാരണങ്ങളുണ്ട്. ഇത് മുലയിലുള്ളത് ആയതുകൊണ്ട് പറയാൻ നാണം ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വേറെ ഉണ്ട്. ഇത്തരത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രായത്തിലുള്ള സ്ത്രീകളുടെ ഇത് ക്യാൻസറിനെ പറ്റി ഒക്കെയുള്ള ക്ലാസ്സുകൾ, ഈ വിവരം നൽകുന്ന പലതരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള സമയം. ക്യാൻസറിനെ പറ്റി വേറെ വലിയ തെറ്റിദ്ധാരണയുണ്ട്. ക്യാൻസറിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് എവിടെ വേണമെങ്കിൽ, ഈ ഓഡിയൻസിൽ വേണമെങ്കിൽ ഞാനൊരു പോള് നടത്താം, അതേ ഉത്തരമാണ് കിട്ടുക. എവിടെ പോയി കഴിഞ്ഞാലും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന കാരണം എന്താ ക്യാൻസർ വരാൻ? അത് വന്ന് ഭക്ഷണത്തിലെ വിഷം. ഭക്ഷണത്തിലെ വിഷമല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം വിഷമല്ലേ, അതിൽ നിന്നാണ് ഈ ക്യാൻസർ മുഴുവൻ വരുന്നത് എന്നുള്ള വ്യാപകമായ അതും കീടനാശിനികൾ ഒക്കെയുള്ള ഭക്ഷണം. കീടനാശിനികൾ നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെയുള്ള ക്യാൻസറിൻ്റെ മുഴുവൻ കാരണം ഈ കീടനാശിനിയും ഭക്ഷണത്തിലെ വിഷമാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. അതല്ല സത്യം. അങ്ങനെയുള്ള യാതൊരു തെളിവും അഗ്രികൾച്ചറുകാർ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾ മെഡിസിൻ പഠിക്കുന്നവർ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എവിടുന്നാണ് ഈ വിവരം പൊന്തി വന്നതെന്ന് അറിഞ്ഞൂടാ. ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇവിടെ അത് തന്നെ ആയിരിക്കും കിട്ടുക റിസൾട്ട് എന്ന് എടുക്കാൻ. അല്ല, പുകവലി, പ്രായക്കൂടുതൽ ഒക്കെയാണ്, മറ്റുള്ള ടൊബാക്കോ ഉപയോഗം, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ക്യാൻസറിന്. അല്ലാതെ ഈ പെസ്റ്റിസൈഡോ ഭക്ഷണത്തിലെ വിഷമൊന്നുമല്ല. ഭക്ഷണത്തിലെ വിഷം ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സാധനം പച്ചക്കറിയാണ്. ക്യാൻസർ വരാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഫ്രൂട്ട്സും
പച്ചക്കറി കൂടുതൽ കഴിക്കുമ്പോൾ ചില ക്യാൻസർ കുടലിൻ്റെ ഒക്കെ വരാതിരിക്കും. അപ്പോൾ അതിൽ വിഷമുള്ള സാധനമാണല്ലോ, നമ്മൾ കഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് കഴിക്കാതെ മാറ്റിക്കളയും. കാരണം പച്ചക്കറി അടക്കം വിഷമാണ്. അതുകൊണ്ട് അത് മാറ്റുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. തെറ്റായ വിവരങ്ങൾ വളരെ വളരെ വ്യാപകമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് പല രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക് എഴുതി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഭയങ്കര വിഷമല്ലേ, അതാകെ പ്രശ്നമാവില്ലേ, നമ്മുടെ ശരീരം മുഴുവൻ കേട് വരുത്തില്ലേ. ഈ ആൻറ്റിബയോട്ടിക് ഇല്ലായിരുന്നെങ്കിൽ ഈ മുറിയിൽ ഇരിക്കുന്ന മിക്കവരും ഇന്നിവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഒരു പൂർവികൻ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പൂർവികൻ ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും തട്ടിപ്പോയനെ നിങ്ങളുണ്ടാവുന്നതിന് മുമ്പ്. അപ്പം നിങ്ങളുണ്ടാവില്ല. എത്ര മനുഷ്യരുടെ ജീവനാണ് ഇത്. കാരണം ചെറിയൊരു മുറിവ് വന്ന് പഴുത്ത് ആണ് ലോകമഹായുദ്ധത്തിലൊക്കെ ഏറ്റവും അധികം ആള് മരിച്ചിട്ടുള്ളത്. ചെറിയ മുറിവ് പഴുത്തിട്ടാണ് മരിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ എല്ലാ വെടികൊണ്ട് നേരെ ഹൃദയത്തിലോട്ട് തുളച്ചു കയറിയിട്ടൊന്നുമല്ല. അതെവിടെങ്കിലും ഇതാക്കും, അത് സെപ്റ്റിക് ആയി കഴിഞ്ഞാൽ സെപ്റ്റിസീമിയ വന്ന് മരിക്കും. ഇതിനെ കൊടുക്കാൻ മരുന്നൊന്നുമില്ല. അങ്ങനെ എത്ര പേരുടെ ജീവൻ ഇതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആൻറ്റിബയോട്ടിക്കുകൾ പറ്റില്ല. കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രതിരോധ കുത്തിവെപ്പുകൾ, ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ ഈ അടുത്ത കാലം വരെ നല്ല സ്വീകാര്യതയോടെ മലയാളികൾ ഇത് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് രോഗങ്ങളെ ഇവിടെ ഇല്ലാതാക്കുകയും ചെയ്യും. ഡിഫ്തീരിയ രോഗം വന്ന ചെറിയ കുട്ടികൾ തൊണ്ടമുള്ളെന്നാ പറയുക, തൊണ്ടയിൽ ശ്വാസം വലിക്കാൻ വയ്യാതെ ട്യൂബൊക്കെ ഇട്ടിട്ട് ചെറിയ കുട്ടികളെ ഇങ്ങനെ ഒരു മുറിയിൽ ചെറിയ ഹോട്ടൽ നിറയെ കടത്തിക്കൊണ്ടുള്ള വാർഡ് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഇവിടെ കോഴിക്കോടും ഉണ്ടായിരുന്നു. ആ രോഗമില്ല, അപ്പോൾ വാർഡ് വേണ്ട. ഡിഫ്തീരിയക്കൊരു വാർഡ്, ടെറ്റനസിനൊരു വാർഡ്, അങ്ങനെയൊന്നും ഈ വാർഡുകളൊക്കെ നമ്മൾ ഇല്ലാതാക്കി. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഡിഫ്തീരിയ രോഗം വീണ്ടും വരാൻ തുടങ്ങി. കാരണം എന്താ? കുത്തിവെപ്പ് കൊടുക്കുന്നില്ല. ഈ പോളിയോ കുത്തിവെപ്പ് ബിൽ ഗേറ്റ്സും വേറെ ആരും കൂടെ നടത്തിയ ഏറ്റവും വലിയ ഗൂഢാലോചനയാണെന്നാണ് പറയുന്നത്. എന്തിനാണെന്നറിയോ? ഈ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ചില ജനവിഭാഗങ്ങളുടെ ഞങ്ങളുടെ പോപ്പുലേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഇതാ ബിൽ ഗേറ്റ്സും വരും കൂടെ. ബിൽ ഗേറ്റ്സിന് എന്തിനാണോ ഇവിടെ വന്നിട്ട് ഈ പോപ്പുലേഷൻ കുറക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പോപ്പുലേഷൻ കുറച്ച് കൂടി അത്രയും കമ്പ്യൂട്ടർ അയാളുടെ വാങ്ങുകയാണ് ചെയ്യുക. അയാൾ എന്തിനാ അത് കുറയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചാണ്. കാരണം ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും നല്ല കോൺട്രസെപ്ഷൻ ഈ ജനസംഖ്യാ നിയന്ത്രണം ഇമ്മ്യൂണൈസേഷനാണ്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വളരെ സിമ്പിളാണ്. കാരണം ഇമ്മ്യൂണൈസേഷൻ വഴി കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ അച്ഛനമ്മമാർ തന്നെ കുറേ കുട്ടികൾ വേണ്ട, നമ്മൾ 2 പേരുണ്ടെങ്കിൽ ആ 2 പേരും സുരക്ഷയായിരിക്കെങ്കിൽ അവർ തന്നെ ഓപ്റ്റ് ചെയ്യും, 2 മതി. ലോകം മുഴുവൻ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി പറഞ്ഞതാണ്, കണ്ടോ, ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള അതിവിപ്ലവകാരികളൊക്കെയാണ് ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതും കൊണ്ട് നടക്കുന്ന പലതരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇതുമൊക്കെയായി. അപ്പോൾ നമ്മുടെ ഒരു വശത്ത് ഈ അറിവിനെ വിപുലീകരിച്ച് എല്ലാവരിലും എത്തിക്കാനുള്ള സങ്കേതങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് അതോടൊപ്പം തന്നെ ഈ ആൻറ്റി ഇൻ്റലക്ച്വലിസം, അറിവിന് വിരുദ്ധമായിട്ടുള്ളതും അതും അതേപടി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആ കർത്തവ്യം അത് കൂടി വരികയാണ്. യഥാർത്ഥത്തിലുള്ള അറിവുകൾ എന്തെന്ന് തേടിപ്പിടിച്ച് എടുത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ അതിൽ നിന്ന് എന്ന് പറഞ്ഞത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ അറിവുകളിൽ പെട്ടതാണ് തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് ഉള്ള അറിവുകൾ. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം, ഞാൻ കേരളത്തിൻ്റെ മാത്രം ഒരു ഇതിലൂന്നി പറയുകയാണെങ്കിലും കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഇത് തന്നെയാണ് വേണ്ടത്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത്
ഈ ജീവിത ശൈലി പ്രായാധിക്യവും ജീവിതശൈലിയും കാരണം വരുന്ന പല രോഗങ്ങൾ, ആ രോഗങ്ങൾ കാരണം പ്രത്യേകിച്ചും രക്തസമ്മർദ്ദവും പ്രമേഹം പോലുള്ള രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് ആയി വരുന്ന ഹാർട്ട് അറ്റാക്ക്, കിഡ്നി കേട് വരുന്നത്, തലച്ചോറിലെ രക്തക്കുഴൽ ബ്ലോക്കായിട്ട് വരുന്ന സ്ട്രോക്ക്, ഈ തരത്തിലുള്ള പക്ഷാഘാതം, ഇതുപോലുള്ള രോഗങ്ങൾ. ഈ രോഗങ്ങളെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സയുടെ ചെലവ് ഭയങ്കര കൂടുതലാണ്. ആൻജിയോപ്ലാസ്റ്റി വേണം, അല്ലെങ്കിൽ ഡയാലിസിസ് വേണം, ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ വേണം. ഇത് ആണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ രണ്ട് ഘട്ടത്തിൽ, ഒന്ന് ഈ രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, മെച്ചപ്പെട്ട ആരോഗ്യശീലങ്ങളിലേക്ക് നമ്മൾ പോകണം. ആ ആരോഗ്യശീലങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു ഫിസിക്കൽ കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക. മലയാളികൾക്ക് വേണ്ടത്ര ഭക്ഷണമില്ലാതിരുന്ന കാലത്ത് പോലും പക്ഷെ ധാരാളം നമ്മൾ നടന്നിരുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഭക്ഷണം കുറവാണ്, ധാരാളം നടക്കുകയും ചെയ്ത് ഒരു കൂട്ടരെ. അത് കാരണം നമുക്ക് ഒരിക്കലും ഓട്ടത്തിൽ ഫസ്റ്റ് ഒന്നും ആകാൻ പറ്റില്ല. അതിൻ്റെ പരിമിതികളെല്ലാം ഉണ്ട്. കാരണം പ്രോട്ടീനും കുറവാണ്, കാരണം ചോറാണ് അധികം ധാരാളം തിന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഹാർട്ട് അറ്റാക്കും ഇതും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നെന്ത് വന്നു, കൂടുതൽ സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഭാഗമായി ഒരു വശത്ത് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നു, ആക്ടിവിറ്റി കുറയുന്നു. ഈ ആക്ടിവിറ്റിയും ഭക്ഷണവും വളരെ ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഊർജം, എഞ്ചിനിൽ പെട്രോൾ അടിക്കണ മാതിരിയാണ്. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം വേണ്ടത് കൂടുതൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പോൾ വളരെ കഠിനാധ്വാനം, പാടത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് ഒരു 3000-3500 കലോറി വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് 2000 കലോറി മതി. 1500 തൊട്ട് 2000 കലോറി മതി. ആ കഴിക്കുന്നതിൻ്റെ പകുതി പോലും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നേരെ മറിച്ച് ഇപ്പോൾ ആക്ടിവിറ്റി കുറയുന്നു, ധാരാളം ചോറ് പ്രത്യേകിച്ചും കഴിക്കുന്നു, കാർബോഹൈഡ്രേറ്റ് വളരെ അധികം കഴിക്കുന്നു. അങ്ങനെയുള്ളൊരു ഭക്ഷണ രീതി. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത്, പണി ഇല്ലെങ്കിൽ ആ പണിക്ക് പകരം ഫിസിക്കൽ ആക്ടിവിറ്റി വേറെ ചെയ്യണം. ആ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഏറ്റവും നല്ലത് കളിയാണ്, ഒരു സംശയമില്ല. കൂടുതൽ കളിസ്ഥലങ്ങളാണ് ഏറ്റവും വേണ്ടത്. ചൈനക്കാർക്ക് വലിയ പൈസ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, വലിയ പൈസയൊന്നുമില്ല ആ കാലത്ത്, പക്ഷേ അവർ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയെ പറ്റി വളരെ ബോധേഡായിരുന്നു. അപ്പോൾ എന്താ ചെയ്തത്, എല്ലാ സ്ഥലത്തും ടേബിൾ ടെന്നീസിൻ്റെ ഇത് ടേബിളും കിട്ടും. ഏത് വർക്കിംഗ് പ്ലേസിൽ സ്ഥലത്ത് പോയാലും, ഏത് സ്കൂളിൽ പോയാലും, കോളേജിൽ പോയാലും, പണിയെടുക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ടേബിൾ ടെന്നീസ് ടേബിളുകൾ ഉണ്ടാവും. ആൾക്കാരപ്പോൾ കുറച്ച് നേരം കിട്ടിക്കഴിഞ്ഞാൽ പോയി അത് കളിക്കും, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ, അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ്. അത്ര അവർക്ക് അന്ന് പറ്റിയിരുന്നല്ലോ. ഇന്നിപ്പോൾ മാറി. ഇന്ന് വേറെ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട്, നമ്മളെപ്പോലെ പല പ്രശ്നവും അവരും നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കളി സ്ഥലങ്ങളും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറേ ഡെയിലി 5 കിലോമീറ്റർ നടന്നോന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നടക്കാൻ പറ്റില്ല. ഈ മറ്റേ ഇതുണ്ടല്ലോ, വീട്ടിൽ വാക്കർ വെച്ചുകൊണ്ട് ട്രെഡ്മില്ല് വെച്ച്, എൻ്റെ വീട്ടിലുണ്ട് ഒരു ട്രെഡ്മില്ല്. അയ്യോ, അത് ഭയങ്കര ബോറ് പരിപാടിയാണ്. 2 ദിവസം നടന്നാൽ പിന്നെ നമുക്ക് ബോറടിച്ച് നിർത്തും പലപ്പോഴും. അപ്പോൾ അതിനേക്കാളും ഇത്തരത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ട റോഡിൽ കൂടെ നടക്കാൻ സ്ഥലങ്ങൾ വേണം, സൈക്കിൾ ചവിട്ടാനുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെയാണ് യൂറോപ്പിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നടക്കാനുള്ളതുണ്ടാവും, സൈക്കിൾ ചവിട്ടാനുള്ളതുണ്ടാവും, പാതകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ഫിസിക്കൽ കൾച്ചറിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് നമുക്കുണ്ടായിരുന്നു മുമ്പ്. ആ ഫിസിക്കൽ കൾച്ചറിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക എന്നുള്ളതോടെ, പ്രോട്ടീൻ നമ്മൾ ധാരാളം ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പൊക്കമുള്ളവരിപ്പം മലയാളി ആയി എന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൂടെ ചെയ്താലേ അതിൻ്റെ ഗ്രൗണ്ട് വർക്കാവുള്ളൂ. പക്ഷെ അടിയന്തരമായിട്ട് രോഗനിർണയം നടത്തി പ്രഷറും BP ഉണ്ടെങ്കിൽ ഉടനെ ചികിത്സിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി. ഇതെന്തുകൊണ്ട് ഇതാണ് ശരിയെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണം. വെറുതെ ഒരു ഉപദേശം കൊടുത്തുകൊണ്ട് മാത്രമായില്ല. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം.
ആ മനസ്സിലാക്കുന്നത്, എന്ത് കാര്യവും മനസ്സിലാക്കുന്നത് വായനകളിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് ഒരു കാര്യം മനസ്സിലായി വരുന്നത്. അതിനുള്ള വേദികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഇപ്പോൾ തന്നെ കുറച്ചധികം സമയമായതൊന്നു ഇവിടെ നിർത്തുന്നു. ബാക്കി എന്തെങ്കിലും ചർച്ച വരുന്ന സമയത്തുണ്ടെങ്കിൽ